ഹലോ നമസ്കാരം, ഇത് ജസ്വിൻ ആൻ്റണി ജോസ്. നിങ്ങൾ കാണുന്ന ഓല വേൾഡ് യൂട്യൂബ് ചാനൽ. ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിൻ്റ് ടെസ്റ്റ് ഫോർ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ. ഓസ്ട്രേലിയയുടെ മൈഗ്രേഷന് പോയിൻ്റ് ടെസ്റ്റാണുള്ളതെന്ന് അറിയാമല്ലോ. അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോവുകയാണ് പുതിയ സർക്കാർ. അപ്പോൾ അത് എന്തൊക്കെയാണ്, അവരുടെ കൺസിഡറേഷൻ എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായിട്ട് ഈ റിപ്പോർട്ട് റിവ്യൂ ഓഫ് ദ പോയിൻ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ പേപ്പർ ഏപ്രിൽ 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീരുമാനങ്ങൾ ജൂലൈയിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ മെയ് 24 മുന്നായിട്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ പരാതികളോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കൂടുതൽ സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഈ റിവ്യൂ സിസ്റ്റം ഈ ഒരു പോയിൻ്റ് സിസ്റ്റം എങ്ങനെ റിവൈസ് ചെയ്യണം എന്നവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വന്നിരിക്കുന്ന പോയിൻറ്റ്സ് മൊത്തം 145 പോയിൻറ്റ്സാണ്. ഈ ടോട്ടൽ ഔട്ട് ഓഫ് 145 ആണ് പോയിൻറ്റ്സ്. ഏജിന് 30 പോയിൻറ്റ്സും സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസിന് മാക്സിമം 20 പോയിൻറ്റ്സും എഡ്യൂക്കേഷന് 20 പോയിൻറ്റ്സ്, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക് 20 പോയിൻറ്റ്സ്, പാർട്ണർ സ്കിൽസിന് 10 പോയിൻറ്റ്സ്, ഓസ്ട്രേലിയ പഠിക്കുന്നതിന് 5 പോയിൻറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻ ഓസ്ട്രേലിയ 10 പോയിൻറ്റ്സ്. ഇത് ഓസ്ട്രേലിയയിൽ ഡോക്ടറേറ്റോ മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് സ്റ്റെം സബ്ജക്റ്റ് ചെയ്യുന്നവർക്കുള്ള 10 പോയിൻറ്റ്സ് ആണ്. പ്രൊഫഷണൽ ഇയർ ഇൻ ഓസ്ട്രേലിയ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഫോർ അക്കൗണ്ടിങ്, IT ആൻഡ് എഞ്ചിനീയറിങ്ങിന് 5 പോയിൻറ്റ് കിട്ടുന്നതിനെ പറ്റിയാണ്. അത് റീജിയണൽ സ്റ്റഡി, റീജിയണൽ ഏരിയ പഠിക്കുന്നതിന് 5 പോയിൻറ്റ്, ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വേണ്ടിയിട്ടാണ് 5 പോയിൻറ്റ്സ്. നോമിനേഷൻ ഫോർ സ്കിൽ നോമിനേറ്റഡ് വിസ ആൻഡ് റീജിയണൽ, അതായത് നോമിനേഷൻ കിട്ടുക, സ്റ്റേറ്റ് നോമിനേഷൻ അല്ലെങ്കിൽ റീജിയണൽ ഏരിയ നോമിനേഷൻ, അതിന് 15 പോയിൻറ്റ് വരെയാണ് മാക്സിമം ആയിട്ടുള്ളത്. അവൻ ടോട്ടൽ 145 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഈ 145 പോയിൻറ്റ്സിൻ്റെ വെയിറ്റേജ് കൊടുത്തേക്കുന്നതിൽ മാറ്റങ്ങൾ വേണം എന്നാണ് ആൾക്കാർ അതിനെപ്പറ്റി എക്സ്പേർട്സ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലിബ്രേഷൻ മാറാൻ പോവാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് പോയിൻ്റ് ടെസ്റ്റ് ഷുഡ് പ്രയോറിറ്റൈസ് ടാലൻറ്റഡ് സ്റ്റുഡൻസ് ഹു കോൺട്രിബ്യൂട്ട് ടു ഓസ്ട്രേലിയ സ്കിൽ നീഡ്സ്. ഞാൻ അതിനോട് തീർച്ചയായും യോജിക്കുന്നു. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത്രയും കഷ്ടപ്പെട്ട് ഓസ്ട്രേലിയ വന്ന് പഠിക്കുകയാണ്, വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ മൈലേജ് വേണം. International students come to Australia with the hopes of getting a quality education. Many also seek work experience and opportunity to settle in Australia. But the current design of the point test means the international students who get a job in an area or of skill need after they graduate can be disadvantaged compared to other graduates. അതായത് പുറത്തുനിന്നുള്ള ഗ്രാജുവേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഗ്രാജുവേറ്റ്സിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. ഞാനും ഇതിനോട് ശക്തമായിട്ട് യോജിക്കുന്നു. അപ്പോൾ ഇത് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് വരുമെന്നാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹു ഫൈൻഡ്സ് എ ജോബ് ആൻഡ് വർക്ക് ഫോർ അപ് ടു 3 years in an area of skill need after graduating gets 5 points in the point test. This is the same as a student who goes back to study for 2 years in a regional area or who pays to complete a professional year. അപ്പോൾ ടാലൻറ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ ജോലി കിട്ടുന്നതിന് ഒരു ടാലൻറ്റഡ് സ്റ്റുഡൻ്റായിട്ട് പറയാം. അപ്പോൾ അതിന് പകരം ആ സ്റ്റുഡൻറ്റ് തന്നെ വേറൊരു ഏരിയയിൽ, റീജിയണൽ ഏരിയയിൽ പോയി പഠിച്ചാലും 5 പോയിൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അവർ തമ്മിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വിസ കഴിഞ്ഞ് അടുത്ത വിസയിലേക്ക് ചാടി വിസ ഹോപ്പിംഗ് എന്ന് പറയും. അങ്ങനെ പോകുന്നതിനെ ഒരു ടാലൻറ്റഡ് സ്റ്റുഡൻ്റായിട്ട് ഇവർ കാണുന്നില്ല. ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് സ്കിൽഡായിട്ട് ആ ഫീൽഡിൽ തന്നെ പെട്ടെന്ന് ജോലി കണ്ടെത്തുന്ന കുട്ടികളെയാണ് സ്കിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ടാലൻറ്റഡ് സ്റ്റുഡൻ്റായിട്ട് ഓസ്ട്രേലിയ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഇപ്പോൾ a reformed point test should prioritize the characteristics that best predict migrants' capacity to find skilled work in Australia. അപ്പം ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനായിരിക്കും കൂടുതൽ. ഇവിടെ പഠിക്കുന്നവർക്കും പുറത്തുനിന്നുള്ള കുട്ടികൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രത്തോളം ഇവരെ ഹൈലൈറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് അതായത് ഓസ്ട്രേലിയ പഠിക്കുന്നതിന് കിട്ടുന്ന വെയിറ്റേജ് 5 പോയിൻറ്റ്സ് എന്നുള്ളത് ഒരു 10 പോയിൻറ്റ്സ് ആയിട്ട് ഉയർത്തുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം. ബട്ട് വി നെവർ നോ എങ്ങനെയാണ് കാര്യങ്ങൾ ടേൺ ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൻ്റെ ഒരു വെയിറ്റേജ് ചിലപ്പോൾ ഇപ്പോൾ 10 പോയിൻറ്റ്സ് എന്നുള്ളത് 20 പോയിൻറ്റ്സ് ആണ് മാക്സിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് വെയിറ്റേജ്. അത് കൂട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വെയിറ്റേജ്. ആൻഡ് പ്രൊഫഷണൽ ഇയർ ആൻഡ് നാറ്റി, രണ്ടിനോടും താല്പര്യം കുറവാണ് എക്സ്പേർട്സിന്. പ്രൊഫഷണൽ ഇയർ പ്രോഗ്രാം നോട്ട് ആക്ച്വലി ബ്രിങ്ങിങ് ഗുഡ് ക്വാളിറ്റി ടു ദി ലേബർ മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതിനോട് തീർച്ചയായും യോജിക്കുന്നു. അങ്ങനെ പ്രൊഫഷണൽ ഇയർ കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. ഞാൻ പ്രൊഫഷണൽ ഇയർ ചെയ്തയാളാണ്. ഐ ഡോണ്ട് ഫൈൻഡ് മച്ച് വാല്യൂ ഇൻ ദാറ്റ് പ്രോഗ്രാം. അപ്പോൾ അത്
എടുത്ത് മാറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. സ്റ്റുഡൻസിന് ലെസ് ബേർഡനാണ്. ഒരാവശ്യമില്ലാതെ കുറച്ച് മണിയും വേസ്റ്റ് ആവും. ഒരു $8,000 to $13,000 or $15,000 എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റുകയാണെങ്കിൽ ലെസ് ബേർഡൻ, ദേ ക്യാൻ ഫോക്കസ് ഓൺ ജോബ് മോർ. അതുപോലെ നാറ്റി ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് അത് ചിലപ്പോൾ എടുത്ത് മാറ്റത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷേ അതുകൊണ്ട് വലിയൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം ഒരു കണക്ക് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ നല്ല കേപ്പബിലിറ്റി, അതായത് 8 ബാൻഡ് സുപ്പീരിയർ ബാൻഡ് ഉള്ളയാൾ 30% മോർ ഇൻകം ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളവരെക്കാളും എന്ന് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഡേറ്റ. അപ്പം കൂടുതൽ വെയിറ്റേജ് സർക്കാരിന് കൂടുതൽ ഇഷ്ടം ഹൈ ഏണിംഗ് കപ്പാസിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ്. അപ്പോൾ ആ ഹൈ ഏണിംഗ് കപ്പാസിറ്റി കിട്ടുക നല്ല ഇംഗ്ലീഷ് ഉള്ളവർക്കാണ് എന്ന് കണക്കുകൾ കാണിക്കുന്നതിനാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ലാംഗ്വേജിനുള്ള ആ ഒരു പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജ് 20 നിന്ന് ഉയർത്തിയേക്കാം. അപ്പോൾ PY നാറ്റിക്ക് താഴോട്ട് പോകുമ്പോൾ PYയും CCA ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജിനും പോയിൻറ്റ്സോ വെയിറ്റേജോ കുറയാൻ സാധ്യതയുള്ളപ്പോൾ ലാംഗ്വേജിന് വെയിറ്റേജ് കൂടാം. വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഓസ്ട്രേലിയക്ക് വെയിറ്റേജ് കൂട്ടണമെന്നാണ് പറയുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. പാർട്ട്ണർ പോയിൻറ്റ്സ് ചിലപ്പോൾ കൂടിയേക്കാം. പാർട്ട്ണറോട് കൂടിയുള്ളവർക്കായിരിക്കാം പോയിൻ്റ് കൂടുതൽ വരിക. കാനഡയുടെ സിസ്റ്റം ഓസ്ട്രേലിയ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാനഡയിൽ എങ്ങനെയാണ് പാർട്ട്ണർ ഉള്ളവർക്ക്, സ്കിൽഡായിട്ടുള്ള പാർട്ട്ണർ ഉള്ള ആൾക്ക് കൂടുതൽ പോയിൻ്റ് ലഭിക്കുന്നതിനാൽ അതുപോലെ ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നേക്കാം. ഇപ്പോൾ പാർട്ട്ണറിന് കിട്ടുന്ന പോയിൻറ്റ്സ്, പാർട്ട്ണർ അല്ലെങ്കിൽ സിംഗിളായിട്ടോ പാർട്ട്ണർ സ്കിൽഡായിട്ടോ ഇംഗ്ലീഷോടെ കൂടിയ ആൾക്ക് മാക്സിമം 10 പോയിൻറ്റ്സ് കിട്ടുമ്പോൾ പാർട്ട്ണർ അത് ചിലപ്പോൾ കൂടി 20 പോയിൻറ്റിലേക്കൊക്കെ പോയേക്കാം, 20 15. 3 കാര്യങ്ങളാണ് പാർട്ട്ണർ പോയിൻറ്റ്സിനകത്ത് ഇവർ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഒന്ന്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, പാർട്ട്ണറിന് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കണം. 2, എഡ്യൂക്കേഷൻ, പഠിച്ചു കഴിഞ്ഞ പ്രോഗ്രാം സ്കിൽഡ് ലിസ്റ്റിലുള്ളതാകണമെന്നോ നിർബന്ധമുണ്ടെന്നോ അങ്ങനെ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കാനഡയിലാണെങ്കിൽ ഡിപ്ലോമയ്ക്ക് ഒരു പോയിൻ്റാണ്, ബാച്ചിലേഴ്സിനൊരു പോയിൻ്റാണ്, മാസ്റ്റേഴ്സിനൊരു പോയിൻ്റാണ്. അപ്പം ആ ഒരു ലെവല് ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഇൻ സ്കിൽഡ് സെക്ടർ, അതിനും പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓൺഷോർ, അതായത് ഓസ്ട്രേലിയ പഠിച്ചു കഴിഞ്ഞുള്ള കുട്ടികൾ, പഠിച്ചു കഴിഞ്ഞുള്ള പ്രൊഫൈലുകൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് സ്കിൽഡ് ജോബ് കിട്ടുകയാണെങ്കിൽ, കിട്ടണമെന്ന് മാൻഡേറ്ററി ആക്കാൻ ഒരു സാധ്യതയുണ്ട്, എന്നാലേ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെ അതിന് പോയിൻറ്റ്സ് കൂടുതലോ, അങ്ങനെ ഒരു കാര്യം. അതായത് പഠിച്ചു കഴിഞ്ഞൊരു കുട്ടി വീണ്ടും ജോലി കിട്ടാതെ വേറൊരു കോഴ്സിലേക്ക് പോവുക, പ്രൊഫഷണൽ ഇയർ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന അതേ പോയിൻ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വരുന്നത് നീതിയല്ല. എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മോർ ടാലൻറ്റഡ്, അപ്പോൾ അവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് പോകണം എന്നാണ് ഈ ഡിസ്കഷനിൽ പറയുന്നത്. പിന്നെ ഏജിൻ്റെ ഫാക്ടറിൽ ഇപ്പോൾ അറിയാം, ഒരു ബെൽറ്റ് വളരെ 18 മുതൽ 25 വയസ്സ് വരെ 25 പോയിൻറ്റും, 25 മുതൽ 33 വയസ്സ് വരെ 30 പോയിൻറ്റും, 33 മുതൽ 40 വരെ 25, 40 മുതൽ 45 വരെയുള്ളവർക്ക് 15 പോയിൻറ്റുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം കുറച്ചുകൂടെ നല്ലതാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് വലിയൊരു വിൻഡോയാണ്. ആ വിൻഡോ കുറച്ചുകൂടെ സ്മോൾ വിൻഡോസ് ആക്കി റെഡ്യൂസ് ചെയ്യുക. കാനഡയുടേത് പോലെ കാനഡയ്ക്ക് ഇങ്ങനെയൊരു സ്കെയിലാണ്. 17 വയസ്സിന് താഴെയാണെങ്കിൽ 0, 18-ന് 90, 19-ന് 95, 20-ന് 29-നും ഇടയ്ക്കാണെങ്കിൽ 100, 30 95, 31 90, 32-ന് 85, ഇങ്ങനൊരു സ്കെയിലാണ്. അപ്പം നമ്മുടെ ഓസ്ട്രേലിയയുടെ ആ റിവ്യൂ റിപ്പോർട്ടിൽ ഏജിൻ്റെ ഫാക്ടർ ഒരു ഗ്രാഫ് വെച്ച് കാണിക്കുന്നുണ്ട്. 40 വയസ്സും 39 വയസ്സും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡ്രാസ്റ്റിക് പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. വേറെ കാനഡയിൽ ഒരു സ്ലൈഡിങ് സ്കെയിൽ പോലെ ചെറിയ 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 വ്യത്യാസങ്ങളാണ് വരുന്നത്. അത് കുറച്ചുകൂടെ ഒരു നീതി ഉള്ള ഒരു മാർഗമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഗ്രാഫൊക്കെ എടുത്ത് വെച്ച് കാര്യമായി പഠിച്ചിരിക്കുന്നതുകൊണ്ട് കാനഡയെ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. പിന്നെ ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റ് കാണും ഫോർ എ ഫെയർനെസ് ആൻഡ് സർട്ടനിറ്റി ഓഫ് മൈഗ്രൻസ് വിത്ത് നീഡ് ഓഫ് റിഫോം എന്ന് പറയുന്നുണ്ട്. വന്നാൽ നല്ലത്. അതായത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നീക്കി പേപ്പർ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്ലാൻസ് മൊത്തം ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റ് സർക്കാർ ചെയ്യുമെന്ന് നമ്മൾ കണക്കൂട്ടുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ആശങ്കപ്പെടാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കുറച്ചുകൂടി സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് മനസ്സിലാക്കിയായിരിക്കും പോയിൻറ്റ്സ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഇവർ CCL, നാറ്റിയും പ്രൊഫഷണൽ ഇയറും ഒക്കെ വലിയ യൂസ് ഉള്ള ഒരു കാര്യമല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് സം ഓഫ് ദി എക്സ്പേർട്സ്.
സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദോസ് തിങ്സ്. സ്റ്റുഡൻസിന് പോസിറ്റീവായിട്ടായിരിക്കും ഈ പോയിന്റ് ടെസ്റ്റ് വരിക എന്ന് നമ്മൾ കണക്കൂട്ടുന്നു. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.